everyone. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10th CBSEയുടെ ഫസ്റ്റ് ചാപ്റ്റർ റിയൽ നമ്പേഴ്സിന്റെ കണ്ടിന്യൂഷൻ ആണ്. കഴിഞ്ഞ സെഷനുകളുടെ ലിങ്ക് സ്ക്രീനിന് മുകളിലും താഴെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ സെഷനിൽ 2 പ്രാക്ടീസ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരുന്നു അല്ലേ? അത് ഡിസ്കസ് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? LCM ഓഫ് 150 ആൻഡ് 180 എന്ന് പറയുന്നത് 900 എന്ന് തന്നിട്ടുണ്ടായിരുന്നു. ഫൈൻഡ് HCF ആയിരുന്നു അല്ലേ? അപ്പോൾ എന്തായിരുന്നു നമ്മുടെ ഇക്വേഷൻ? HCF into LCM is equal to product of two numbers. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണെന്ന് എഴുതാം? 150 into 180. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള LCM ന് പകരം നമ്മൾ ഇവിടെ എന്ത് കൊടുത്തു? 900 കൊടുത്തു. അപ്പോൾ എന്ത് ചെയ്യാം? HCF is equal to എങ്ങനെ എന്താ? 150 into 180 divided by 900. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് സീറോസ് ക്യാൻസൽ ആയി പോവും. 9 എത്ര ടൈംസ്? 2 ടൈംസ്. അപ്പോൾ എത്ര കിട്ടും? 15 into 2 30. അപ്പോൾ നമ്മുടെ HCF എന്താണ്? 30. 150യുടെ HCF ഓഫ് 150 and 180 എന്ന് പറയുന്നത് എത്രയാണ്? 30. അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ അല്ലേ? നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? HCF ഓഫ് 168, 126 equal to 42 എന്ന് തന്നിട്ടുണ്ടായിരുന്നു. ഫൈൻഡ് LCM. ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്ത പോലെ എന്താണ്? HCF into LCM എന്താണെന്ന് നമുക്കറിയാം. പ്രോഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് 168 into 126. അപ്പോൾ നമ്മൾ LCM എന്ത് കൊടുക്കും? LCM ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ട. HCF എന്ത് കൊടുക്കും? 42. അപ്പോൾ LCM ഈക്വൽ ടു എന്തെന്ന് എഴുതാം? 168 into 126 divided by 42. ഇനി 42 into 4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 168. 42 4 times പോയി. അപ്പോൾ ഇനി എന്താണ്? 126 into 4. 126 into 4 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 6 into 4 24. 4 into 2 8 plus 2 10. 4 into 5 504. ഓക്കെ, അപ്പോൾ നമ്മുടെ LCM ഓഫ് എന്താണ്? 168 126 എന്താണ്? 504. നമ്മളപ്പോൾ ഇനി അടുത്ത ടോപ്പിക്കിലോട്ട് പോവുകയാണ്. എന്താണ് നമ്മുടെ ടോപ്പിക്ക്? റീവിസിറ്റിംഗ് ഇറാഷണൽ നമ്പേഴ്സ്. റീവിസിറ്റിംഗ് ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് ഇനി നോക്കുന്നത്. ഇറാഷണൽ നമ്പേഴ്സ് എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചു ഇല്ലേ? എന്തായിരുന്നു ഇറാഷണൽ നമ്പർ? P/Q ഫോമിൽ എഴുതാൻ പറ്റാത്തതും where Q not equal to 0 ആണ് അല്ലേ? ഇതൊരു എന്താണ്? ഇറാഷണൽ നമ്പറിന്റെ ഒരു ഡെഫിനിഷൻ നമ്മൾ എന്താണ് പഠിച്ചത്? P/Q ഫോമിൽ എഴുതാൻ കഴിയില്ല. Q എന്താണ്? നോട്ട് ഈക്വൽ ടു 0 ആണ്. ഇതാണ് നമ്മൾ പഠിച്ച ഒരു ഡെഫിനിഷൻ ഇറാഷണൽ നമ്പറിന്റെ. ഓക്കെ, ഇനി എക്സാമ്പിൾസ് ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത് ഇറാഷണൽ നമ്പറിന്? √2, √3, പിന്നെ പൈ, ഇങ്ങനെ എക്സെട്ര. ഇത് ഇത്രയായിരുന്നു നമ്മുടെ ഇറാഷണൽ നമ്പറിന് നമ്മൾ പഠിച്ച എക്സാമ്പിൾസ്. പിന്നെ നമ്മൾ എന്താണ് പഠിച്ചത്? സ്ക്വയർ റൂട്ട് ഓഫ് പ്രൈം നമ്പേഴ്സ്. പ്രൈം നമ്പേഴ്സിന്റെ എല്ലാം സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് എന്താണെന്ന് പഠിച്ചു? ഇറാഷണൽ നമ്പേഴ്സ് ആണെന്ന് നമ്മൾ പഠിച്ചു. പിന്നെന്താണ്? സ്ക്വയർ റൂട്ട് ഓഫ് നോൺ പെർഫെക്റ്റ് സ്ക്വയർ. നോൺ പെർഫെക്റ്റ് സ്ക്വയേഴ്സിന്റെ എല്ലാം സ്ക്വയർ റൂട്ട് എന്താണ്? ഇറാഷണൽ നമ്പേഴ്സ് ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? 9ാം ക്ലാസ്സിൽ നമ്മൾ ഇതെല്ലാം പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇറാഷണൽ നമ്പർ എന്താണെന്ന് പറഞ്ഞു? P/Q ഫോമിൽ എഴുതാൻ കഴിയാത്തതും Q 0 ആയിരിക്കില്ല. പിന്നെന്താണ്? √2, √3, പൈ ഇതൊക്കെയാണ് എന്ത്? നമ്മുടെ ഇറാഷണൽ നമ്പേഴ്സിന്റെ എക്സാമ്പിൾസ്. പിന്നെന്താ? സ്ക്വയർ റൂട്ട് ഓഫ് എനി പ്രൈം നമ്പർ എന്താണ്? ഇറാഷണൽ നമ്പർ ആണ്. സ്ക്വയർ റൂട്ട് ഓഫ് എനി നോൺ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എന്താണ്? ഇറാഷണൽ നമ്പേഴ്സ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ സെഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൂവിങ് ഇറാഷണാലിറ്റി. അതായത് ഇറാഷണൽ നമ്പേഴ്സിന്റെ ഇറാഷണാലിറ്റി പ്രൂവ് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. പ്രൂഫ് പഠിക്കുന്നതിന് മുന്നേ നമുക്ക് എന്തുണ്ട്? ഒരു തിയറം പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അത് നോക്കാം. നമ്മുടെ തിയറം എന്താണ്? ലെറ്റ് P be a prime number if P divides a square then P divides A where A is a positive integer. അതായത് P എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പർ ആണ്. ലെറ്റ് P be any prime number if P divides a square. അതായത് P എന്ത് ചെയ്യാണ്? A സ്ക്വയറിനെ ഡിവൈഡ് ചെയ്യുമെന്നുണ്ടെങ്കിൽ അതിൽ A എന്താണ്? A be any positive integer. A എന്തായിരിക്കും? ഏതെങ്കിലും ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ആണ്. അപ്പോൾ Pക്ക് A സ്ക്വയറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ Pക്ക് എന്തും ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്? Aയും ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് നോക്കാം. നമ്മളിവിടെ A എന്ന് പറയുന്നത് 6 എന്നും P എന്ന് പറയുന്നത് 3 എന്നും എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? A സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 36. P എന്താണ്?
എ സ്ക്വയർ ഡിവൈഡ് ബൈ പി എന്ന് പറയുന്നത് എന്ത് വരും 36/3 നമുക്ക് എത്ര കിട്ടും 12 എന്ന് ആൻസർ കിട്ടും. അതേപോലെ എന്ത് ചെയ്യാൻ പറ്റും എ ബൈ പി പിക്ക് എന്തും ചെയ്യാൻ പറ്റും എ ഡിവൈഡ് ചെയ്യാൻ കഴിയുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ എന്താണ് നമ്മുടെ എ എന്താണ് 6 പി എന്താണ് 3 ഈക്വൽ ടു 2 അല്ലേ. വേറൊരു എക്സാമ്പിൾ നോക്കുകയാണ്. നമുക്ക് എന്താണ് 100 ഡിവൈഡഡ് ബൈ 2 നമുക്ക് എത്ര കിട്ടി 50 കിട്ടി ഇല്ലേ. അപ്പൊ ഇവിടുത്തെ എ എന്താ എ സ്ക്വയർ ആയിരുന്നു 100 എന്ന് വിചാരിക്കുക. എ സ്ക്വയർ 100 ആയിരുന്നു. നമ്മുടെ പി എന്തായിരുന്നു 2 ആയിരുന്നു. എ അപ്പൊ എന്തായിരിക്കും 10. അപ്പൊ നമ്മള് പിക്ക് എ ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. 10 ഡിവൈഡ് ബൈ 2 ഈക്വൽ ടു 5. അപ്പൊ നമ്മുടെ തിയറം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. Let P be a prime number. If P divides a square, then P divides A, where A is a positive integer. അപ്പൊ നമ്മൾ ഈ തിയറം യൂസ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഇറാഷണൽ നമ്പേഴ്സിന്റെ ഇറാഷണാലിറ്റി പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ നമ്മൾ ആദ്യം √2 ഈസ് ഇറാഷണൽ എന്നാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. √2 ഈസ് ഇറാഷണൽ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രൂഫ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ. നമ്മളപ്പോ ഈ √2 ഇറാഷണൽ ആണെന്ന് തെളിയിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നതിനെ നമ്മൾ എന്താണ് മെത്തേഡ് ഓഫ് കോൺട്രഡിക്ഷൻ ആണ് യൂസ് ചെയ്യുന്നത്. മെത്തേഡ് ഓഫ് കോൺട്രഡിക്ഷൻ. ഇത് ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് √2ന്റെ ഇറാഷണാലിറ്റി പ്രൂവ് ചെയ്യുന്നത്. മെത്തേഡ് ഓഫ് കോൺട്രഡിക്ഷനിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത് ആദ്യം നമ്മൾ തെറ്റായ ഒരു കാര്യത്തിനെ ശരിയാണെന്ന് സങ്കല്പിക്കും, അസ്യൂം ചെയ്യും. അതിനുശേഷം നമ്മളുടെ അസംഷൻ തെറ്റായിരുന്നു എന്നാണ് നമ്മൾ തെളിയിക്കുന്നത്. അതായത് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് നമ്മൾ ആദ്യം എടുക്കുന്നത് ഒരു തെറ്റായ കാര്യത്തെ. ഇപ്പൊ നമുക്ക് √2ന്റെ കേസിലാണെങ്കിൽ നമുക്ക് പറഞ്ഞു നോക്കാം. ഓക്കെ. √2 ഇറാഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ നമ്മൾ ആദ്യം ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം √2 ഇറാഷണൽ ആണെന്ന്. നമ്മൾ ഫസ്റ്റ് അസ്യൂം ചെയ്യാൻ പോകുന്നത് എന്താണ് ലെറ്റ് √2 ബി എ റാഷണൽ നമ്പർ. എന്താണ് √2 ഒരു റാഷണൽ നമ്പർ ആണെന്ന് നമ്മൾ എന്ത് ചെയ്യും അസ്യൂം ചെയ്യും. അപ്പൊ ഇതാണ് നമ്മുടെ മെത്തേഡ് ഓഫ് കോൺട്രഡിക്ഷൻ. അപ്പൊ നമ്മൾ ആദ്യം എന്താണ് തെറ്റാണെന്ന് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, പക്ഷെ നമ്മൾ എന്ത് ചെയ്തു അത് അങ്ങനെ തന്നെ അസ്യൂം ചെയ്തു. √2 ഒരു റാഷണൽ നമ്പർ ആണെന്ന് അസ്യൂം ചെയ്തു. അപ്പൊ √2 റാഷണൽ നമ്പർ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ഫോമിൽ എഴുതാൻ പറ്റും? നമുക്കറിയാം റാഷണൽ നമ്പേഴ്സിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? p/q ഫോമിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മളിവിടെ √2നെ റാഷണൽ നമ്പർ എന്ന് എടുത്തേക്കുന്നതുകൊണ്ട് തന്നെ √2 ഈക്വൽ ടു p/q എന്ന് നമുക്ക് എഴുതാം. വേർ q നോട്ട് ഈക്വൽ ടു 0, p ആൻഡ് q എന്താണ് ഇന്റിജേഴ്സ് ആണ്. ഇനി ഈ p/q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ എടുക്കുന്ന p/q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സിംപ്ലസ്റ്റ് ഫോം ആണ്. p/q is the simplest form. സിംപ്ലസ്റ്റ് ഫോം എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പൊ നമ്മൾ 25/50 എന്നായിരുന്നു എന്താണ് കിട്ടിയതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു ഇതിനെ ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് 1/2. അപ്പൊ നമ്മുടെ 1/2 ആണ് 25/50യുടെ സിംപ്ലസ്റ്റ് ഫോം. അതായത് ഇനി ഇതിനെ ഫർദർ ഡിവൈഡ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. അതുപോലെ നമ്മൾ √2 ഈക്വൽ ടു p/q എന്ന് എടുത്തതിൽ p/q ആണ് സിംപ്ലസ്റ്റ് ഫോം. ഓക്കെ. അതായത് നമ്മൾ ആദ്യം എന്തെടുത്തു √2 എന്ന് പറഞ്ഞാൽ ഒരു റാഷണൽ നമ്പർ ആണെന്ന് അസ്യൂം ചെയ്തു. അങ്ങനെയാണെങ്കിൽ √2നെ p/q എന്ന ഫോമിൽ എഴുതി. അതായത് റാഷണൽ നമ്പറിനെ നമുക്ക് p/q ഫോമിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ റെപ്രസെന്റേഷൻ p/q എന്ന് പറയുന്നത് എന്താണ് അതിന്റെ സിംപ്ലസ്റ്റ് ഫോം ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാം പിയും ക്യൂവും സിംപ്ലസ്റ്റ് ഫോം ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് പറയുന്നു p ആൻഡ് q ആർ കോപ്രൈംസ്. പിയും ക്യൂവും എന്താണ് കോപ്രൈം നമ്പേഴ്സുകളാണ്. കോപ്രൈമിന്റെ പ്രത്യേകത എന്താണ്? ദേ ഹാവ് ഓൺലി എന്താണ് 1 ആസ് കോമൺ ഫാക്ടർ. 1 മാത്രമേ അവർക്ക് എന്തായിട്ടുണ്ടാവൂ കോമൺ ഫാക്ടർ ആയിട്ട് ഉണ്ടാകത്തുള്ളൂ. പഠിച്ചിട്ടില്ലേ കോപ്രൈംസ്? ഇപ്പോൾ എക്സാമ്പിൾ ഏതാണ് 1ഉം 2ഉം. ഈ രണ്ട് നമ്പേഴ്സും കോപ്രൈം നമ്പേഴ്സ് ആണ്. കാര്യം എന്താണ് അവയ്ക്ക് 1 മാത്രമാണ് കോമൺ ഫാക്ടർ ആയിട്ടുള്ളത്. അതുപോലെ വേറെ ഏത് പറയാം 7, 8. 7നും 8നും കോമൺ ആയിട്ടുള്ള ഫാക്ടർ 1 മാത്രമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് കോപ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ എന്താണ് പറഞ്ഞേക്കുന്നത് √2 ഈക്വൽ ടു നമ്മൾ p/q എന്ന് എടുത്തു. അവിടെ എന്താണ് p/q എന്ന് പറയുന്നത് സിംപ്ലസ്റ്റ് ഫോം ആണ്. പിന്നെ എന്ത് പറഞ്ഞു പിയും ക്യൂവും കോപ്രൈംസ് ആണ്. അപ്പോൾ കോപ്രൈം നമ്പേഴ്സിന്റെ മറ്റൊരു പ്രത്യേകത എന്താണ് അവർക്ക് കോമൺ ഫാക്ടർ 1 ഉള്ളൂ. അതുകൊണ്ട് തന്നെ അവയുടെ HCF എന്തായിരിക്കും 1 ആയിരിക്കും. അപ്പോൾ കോപ്രൈം നമ്പേഴ്സിന്റെ എന്താണ് HCF 1 ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം ഇവിടെ HCF ഓഫ് p, q എന്തായിരിക്കും will be equal to 1. അപ്പോൾ നമ്മൾ ഇവിടെ എന്താണ് √2 ഈക്വൽ ടു p/q എന്ന് എടുത്തു. ഇനി നമുക്ക് എന്ത് എഴുതാം q നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ √2 q ഈസ് ഈക്വൽ ടു നമുക്ക് p എന്ന് കിട്ടി. ഇതിനെ നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ ആയിട്ട് എടുക്കുന്നു. ഓക്കെ.
ഇനി എന്താണ് സെക്കൻഡ് നമ്മൾ എന്താണ് അടുത്ത നമ്മൾ സ്ക്വയറിങ് ബോത്ത് സൈഡ് എന്താണ് ഫസ്റ്റ് ഇക്വേഷന്റെ രണ്ട് സൈഡും സ്ക്വയർ ചെയ്യാണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും 2q square equal to p square എന്ന് കിട്ടും. ഇവിടെ നിന്ന് q square equal to നമുക്ക് എന്ത് എഴുതാം p square by 2 എന്ന് എഴുതാം. ഇത് നമുക്ക് എന്ത് മനസ്സിലാക്കാം 2 divides p square അല്ലേ 2 എന്ത് ചെയ്യുന്നു p square നെ ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ച തിയറം വെച്ച് എന്ത് പറയാം 2 p square ഡിവൈഡ് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ it also എന്താണ് 2 also divides p അല്ലേ 2 ന് എന്തും ചെയ്യാൻ പറ്റും p യെയും ഡിവൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം p by 2 equal to p by 2 എന്ന് പറഞ്ഞ് നമുക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും. നമ്മൾ അതിന് എന്താണ് c എന്ന് എടുക്കുകയാണ്. let it be c എന്താണ് p by 2 എന്ന് പറയുന്നത് c ആയിരിക്കും എന്ന് നമ്മൾ എടുത്തു. p by 2 equal to c യിൽ നിന്ന് നമുക്ക് എന്ത് പറയാം p equal to 2c ആണെന്ന് പറയാം അല്ലേ p equal to 2c എന്ന് നമുക്ക് കിട്ടി. നമ്മൾ എന്താണ് p യുടെ വാല്യൂ p ക്ക് 2c എന്ന് കിട്ടിയ വാല്യൂ നമ്മൾ എന്ത് ചെയ്യാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷനിൽ കൊടുക്കുകയാണ്. putting value of p in equation 1. equation 1 ൽ നമ്മൾ എന്ത് ചെയ്യുന്നു p യുടെ വാല്യൂ കൊടുക്കുകയാണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും √2q is equal to 2c എന്ന് കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു സ്ക്വയറിങ് ബോത്ത് സൈഡ് ആണ് രണ്ട് സൈഡും സ്ക്വയർ ചെയ്യാണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും 2q square equal to 4c square. ഇതൊന്ന് q square equal to എന്ത് കിട്ടും 4c square by 2 നമുക്ക് അതിനെ എന്തെന്ന് എഴുതാം 2c square എന്ന് എഴുതാം അല്ലേ 2c square. ഇവിടെ നമുക്ക് എന്ത് കിട്ടും c square equal to q square by 2 എന്ന് കിട്ടും. അപ്പൊ ഇവിടെ എന്താണ് വന്നത് 2 divides q square 2 എന്തിനെ ഡിവൈഡ് ചെയ്യുന്നു q square നെ ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ എന്താണ് 2 divides q also 2 എന്തിനെ ഡിവൈഡ് ചെയ്യും q നെയും ഡിവൈഡ് ചെയ്യും. നമ്മൾ എന്താണ് തിയറത്തിൽ നമ്മൾ പഠിച്ചു എന്താണ് if 2 എന്താണ് divides q square then we can say 2 divides q also. അപ്പോൾ q 2 നെ ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വാല്യൂനെ നമ്മൾ എന്തെന്ന് എടുത്തു d. അത് നമ്മൾ എന്താണ് let it be d എന്ന് നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും q equal to 2d എന്ന് കിട്ടി. അപ്പോൾ നോക്കിയേ നമുക്ക് ഇവിടെ എന്തൊക്കെയാണ് കിട്ടിയത് p equal to 2c എന്നും q equal to 2d എന്നും കിട്ടി. ഇതിൽ എന്താണ് ഈ രണ്ടിലും p യും q നും എന്താണ് 2 എന്താണ് ഒരു കോമൺ ഫാക്ടർ ആണെന്നല്ലേ നമുക്ക് കിട്ടിയത്. p equal to 2c എന്നും q equal to 2d എന്നും കിട്ടിക്കഴിഞ്ഞാൽ p ക്കും q നും എന്താണ് 2 ഒരു കോമൺ ഫാക്ടർ ആണെന്ന് നമുക്ക് ഇവിടെ കിട്ടി. നമ്മൾ ആദ്യമേ പറഞ്ഞു എന്താണ് p യും q ഉം കോപ്രൈംസ് ആണെന്ന്. അപ്പോൾ 2 അതിന് ഫാക്ടർ ആയിട്ട് വന്നു കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ അസംഷൻ തെറ്റാണെന്നല്ലേ അതിനർത്ഥം. എന്താണ് p and q cannot have നമ്മൾ ആദ്യമേ എടുത്തിട്ടുണ്ട് അല്ലേ എന്താണ് cannot have 2 as common factor because p and q are coprimes. p യും q ഉം coprimes ആയതുകൊണ്ട് തന്നെ എന്തില്ല 2 ഒരിക്കലും അവയ്ക്ക് കോമൺ ഫാക്ടർ ആയിട്ട് വരാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം നമ്മൾ എടുത്ത അസംഷൻ നമ്മുടെ കോൺട്രഡിക്ഷൻ എന്തായിരുന്നു തെറ്റായിരുന്നു. നമ്മുടെ കോൺട്രഡിക്ഷൻ എന്തായിരുന്നു √2 റാഷണൽ ആണെന്ന് നമ്മൾ എടുത്ത നമ്മുടെ അസംഷൻ തെറ്റാണെന്നാണ് ഇവിടെ തെളിഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം we have wrong assumption that √2 is a rational number, that is √2 is an irrational number. നമ്മൾ എടുത്ത അസംഷൻ റാഷണൽ നമ്പർ എന്നാണ്. അപ്പോൾ ഇവിടെ നമുക്കത് തെളിഞ്ഞു എന്താണ് നമ്മൾ എടുത്തത് അസംഷൻ തെറ്റാണെന്ന് തെളിയുമ്പോൾ നമുക്ക് എന്ത് പറയാം √2 is irrational എന്ന് നമുക്ക് പറയാം. ഇങ്ങനെയാണ് നമ്മൾ ഒരു നമ്പറിന്റെ ഇറാഷണാലിറ്റി പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞതെന്ന് ഒന്നുകൂടി പറയാം. നമുക്ക് ഇവിടെ എന്താണ് തന്നത് √2 ഇറാഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യണമായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം എന്തെടുത്തു √2 റാഷണൽ നമ്പർ ആണെന്ന് അസ്യൂം ചെയ്തു. മെത്തേഡ് ഓഫ് കോൺട്രഡിക്ഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു √2 എന്താണെന്ന് എടുത്തു അസ്യൂം ചെയ്തു റാഷണൽ നമ്പർ ആണെന്ന് അസ്യൂം ചെയ്യുന്നു. അപ്പോൾ എന്താണ് √2 ഈക്വൽ ടു റാഷണൽ നമ്പർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് p by q ഫോമിൽ എഴുതാം. അതുകൊണ്ട് തന്നെ √2 ഈക്വൽ ടു p by q എന്ന് എടുത്തു. ഇവിടെ എന്താണ് q നോട്ട് ഈക്വൽ ടു 0 ആണ്. പിന്നെന്താണ് നമ്മൾ എടുത്ത p by q എന്ന് പറയുന്നത് സിംപ്ലസ്റ്റ് ഫോം ആണ്. അതായത് റാഷണൽ നമ്പേഴ്സിനെ നമ്മൾ p by q ഫോമിൽ റെപ്രസെന്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്തായിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത് അതിന്റെ സിംപ്ലസ്റ്റ് ഫോം ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ p by q എന്താണ് സിംപ്ലസ്റ്റ് ഫോം ആണ്. p യും q എന്താണ് കോപ്രൈംസ് ആണ്. കോപ്രൈം നമ്പേഴ്സ് എന്ന് വെച്ചാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞു എന്താണ് the numbers only have one as common factor. അതുകൊണ്ട് തന്നെ HCF of p യും q എന്തായിരിക്കും 1 ആയിരിക്കും. പിന്നെ എന്താണ് നമ്മൾ കിട്ടിയ √2 q equal to p എന്ന് നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടുന്നു. എന്ത് ചെയ്യുന്നു രണ്ട് സൈഡും സ്ക്വയർ ചെയ്യുന്നു. q square equal to p square by 2 എന്ന് നമുക്ക് കിട്ടി.
ഇതെന്ന് നമുക്ക് എന്ത് പറയാം, p സ്ക്വയറിനെ 2 ഡിവൈഡ് ചെയ്യും എന്നുണ്ടെങ്കിൽ p യെയും 2 ഡിവൈഡ് ചെയ്യും എന്നുള്ള ഒരു തിയറം നമ്മൾ പഠിച്ചു. അത് വെച്ച് നമുക്ക് എന്ത് കിട്ടുന്നു, p/2 = c എന്ന് കിട്ടി. ഇത് നമുക്ക് എന്ത് പറയാം, p = 2c എന്നും കിട്ടി. ഇനി p യുടെ വാല്യൂ നമ്മൾ എന്ത് ചെയ്തു, ഫസ്റ്റ് ഇക്വേഷനിൽ കൊടുത്തു. അപ്പോൾ എന്ത് കിട്ടി, √2q = 2c. എന്ത് ചെയ്തു, അടുത്ത് ഈ ഇക്വേഷനെ സ്ക്വയർ ചെയ്തു. സ്ക്വയർ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, c² = q²/2. ഇവിടെ എന്താണ്, 2 q² നെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 2 എന്തിനെ ഡിവൈഡ് ചെയ്യും, q നെയും ഡിവൈഡ് ചെയ്യും. അപ്പോൾ q നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ അതാണ് d എന്നെടുത്തു. അപ്പോൾ q = 2d എന്നും കിട്ടി. അപ്പോൾ നമുക്ക് ഇവിടെ എടുത്ത p യും q എന്ന് പറയുന്നത് p = 2c എന്നും q = 2d എന്നും കിട്ടി. നമ്മൾ ആദ്യമേ എന്താണ് പറഞ്ഞത്, p യും q ഉം p/q എന്ന് പറയുന്നതിൽ റാഷണൽ നമ്പർ ആയതുകൊണ്ട് തന്നെ p യും q ഉം കോപ്രൈം നമ്പേഴ്സ് ആണെന്ന് പറഞ്ഞു. ഇവിടെ എന്താണ്, നമ്മളിപ്പോൾ തെളിയിച്ചു വന്നപ്പോൾ p = 2c എന്നും 2d എന്നും കിട്ടിക്കഴിഞ്ഞാൽ p ക്കും q നും 2 ഒരു കോമൺ ഫാക്ടർ ആയിട്ട് വന്നു. p യും q ഉം കോപ്രൈംസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ്, 2 ഒരിക്കലും അതിന്റെ കോമൺ ഫാക്ടർ ആയിട്ട് വരില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, നമ്മുടെ അസംഷൻ തെറ്റായിരുന്നു. എന്ത്, √2 റാഷണൽ നമ്പർ ആണെന്നുള്ള നമ്മുടെ അസംഷൻ തെറ്റാണ്. therefore √2 is irrational. അടുത്ത നമ്മൾ എന്താണ്, √3 is irrational എന്നാണ് തെളിയിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് പറഞ്ഞു, ആദ്യം എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു, അസ്യൂം ചെയ്യുക എന്ത്, √3 റാഷണൽ ആണ്. let √3 be a rational number. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, √3 = p/q എന്ന് എഴുതാം. where q ≠ 0 ആണ്. p and q കോപ്രൈംസ് ആണ്. അതുകൊണ്ട് തന്നെ HCF of p, q എന്ന് പറയുന്നത് എന്താണ്, 1 ആണ്. ഇവിടെ എന്താണ്, നമ്മുടെ p/q എന്ന് പറയുന്നത് എന്താണ്, സിംപ്ലസ്റ്റ് ഫോം ആണ്. ഇത് നമുക്ക് എന്ത് കിട്ടും, √3q = p. ഇതിനെ നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ ആയിട്ട് എടുക്കുന്നു. സ്ക്വയറിംഗ് ബോത്ത് സൈഡ് നമുക്ക് എന്ത് കിട്ടും, 3q² = p² എന്ന് കിട്ടുന്നു. ഇനി q² എന്തെന്ന് വരും, p²/3. ഇവിടെ എന്താണ്, 3 divides p². അങ്ങനെയാണെങ്കിൽ 3 divides p also. 3 എന്തിനെ ഡിവൈഡ് ചെയ്യും, p യെയും ഡിവൈഡ് ചെയ്യും. ഇനി എന്ത് പറയാം, അപ്പോൾ എന്ത് പറയാം, p/3. നമ്മൾ p യെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ c ആണെന്ന് നമ്മൾ എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ p = 3c എന്ന് നമുക്ക് കിട്ടുന്നു. അപ്പോൾ എന്ത് ചെയ്യും, p യുടെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യുന്നു, putting the value of p in equation 1. അപ്പോൾ എന്ത് കിട്ടും, √3q = 3c. വീണ്ടും എന്ത് ചെയ്യുന്നു, സ്ക്വയറിംഗ് ബോത്ത് സൈഡ്. സ്ക്വയറിംഗ് ബോത്ത് സൈഡ് നമുക്ക് എന്ത് കിട്ടും, 3q² = 9c². q² എന്താണ്, 9c²/3 എന്താണ്, ക്യാൻസൽ ആയിട്ട് 3c² നമുക്ക് എഴുതാം. 3c². ഇതെന്ന് c² = q²/3 എന്ന് എഴുതാം. ഇവിടെ എന്ത് വന്നു, 3 divides q². 3 എന്തിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്, q² നെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്തും ഡിവൈഡ് ചെയ്യും, 3 divides q also. q നെ ഡിവൈഡ് ചെയ്യും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, q/3 = d. q = 3d. അപ്പോൾ നമുക്ക് ഇവിടെ എന്തൊക്കെ കിട്ടി, p = 3c എന്നും q = 3d എന്നും കിട്ടി. നമ്മൾ ആദ്യമേ പറഞ്ഞു p യും q ഉം കോപ്രൈം ആണെന്ന്. പക്ഷെ ഇവിടെ എന്ത് വന്നു, 3 യും ഒരു കോമൺ ഫാക്ടർ ആയിട്ട്, p ക്കും q നും 3 യും ഒരു കോമൺ ഫാക്ടർ, അതായത് p യുടെയും q ന്റെയും HCF എന്തായിട്ട് വന്നു, ഇവിടെ 3 ആണെന്ന് കിട്ടി. നമ്മൾ ആദ്യമേ പറഞ്ഞു HCF of p യും q ഉം 1 ആയിരിക്കും. കോപ്രൈം നമ്പേഴ്സ് ആയതുകൊണ്ട് HCF of p യും q ഉം 1 തന്നെ ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ്, HCF 3 എന്നാണ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ നമ്മുടെ എന്താണ്, അസംഷൻ തെറ്റായിരുന്നു. എന്തായിരുന്നു നമ്മുടെ അസംഷൻ, √3 റാഷണൽ നമ്പർ ആണെന്നുള്ളത്. അപ്പോൾ അത് തെറ്റാണെന്ന് നമുക്ക് ഇവിടെ തെളിഞ്ഞു. അപ്പോൾ √3 എന്താണെന്ന് പറയാം, √3 is irrational എന്ന് നമുക്ക് പറയാം. നമ്മൾ ലാസ്റ്റ് എഴുതുമ്പോൾ സ്റ്റെപ്പ് ഇങ്ങനെ എഴുതണം, p and q cannot have 3 as common factor because p and q are coprimes and have HCF = 1. We have wrong assumption that √3 is a rational number, that is √3 is an irrational number. ഇങ്ങനെയാണ് നമ്മൾ ആൻസർ എഴുതി നിർത്താനായിട്ട്. ഓക്കെ, നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, 5 show that 5 - √3 is irrational. 5 - √3 irrational ആണെന്നാണ് തെളിയിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം എന്താണ് ചെയ്യുന്നത്, മെത്തേഡ് ഓഫ് കോൺട്രഡിക്ഷൻ ഉപയോഗിച്ച്
എന്ത് ചെയ്യും? ലെറ്റ് അസ്യൂം ചെയ്യാണ്. ലെറ്റ് 5 minus root 3 is rational. 5 minus root 3 എന്താണെന്ന്? റാഷണൽ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യും. അപ്പൊ എന്തെഴുതാൻ പറ്റും? 5 minus root 3 equal to p by q എന്ന് എഴുതി. ഇനി എന്തെഴുതാം? 5 minus p by q equal to root 3 എന്ന് എഴുതാം. p by q നെ LHS-ലും കൊണ്ടുവന്നു, root 3യെ RHS-ലും കൊണ്ടുപോയി. അപ്പൊ എന്ത് കിട്ടി? 5 minus p by q equal to root 3. ഇതെന്താണ്? നമ്മൾ LCM എടുക്കുമ്പോൾ 5q minus p by q equal to root 3 എന്ന് കിട്ടും. ഇതിൽ നമ്മൾ എന്താണ്? ഒരു റാഷണൽ നമ്പർ പ്ലസ് ഇറാഷണൽ ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? ഇറാഷണൽ ആണ്. ഇതെല്ലാം നമ്മൾ 9th പഠിച്ചിട്ടുള്ളതാണ്. റാഷണൽ പ്ലസ് ഇറാഷണൽ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ഇറാഷണൽ ആണ്. അതുപോലെ ഇറാഷണൽ മൈനസ് റാഷണൽ ചെയ്താലും ഇറാഷണൽ നമ്പർ ആണ് നമുക്ക് കിട്ടുന്നത്. റാഷണൽ മൈനസ് ഇറാഷണൽ ചെയ്താലും നമുക്ക് കിട്ടുന്ന നമ്പർ എന്തായിരിക്കും? ഇറാഷണൽ നമ്പർ ആയിരിക്കും. നമ്മൾ p by q ഫോമിൽ എടുത്തു. നമ്മൾ എന്താ പറയണം? p യും q എന്താണ്? ഇന്റിജേഴ്സ് ആണ് അല്ലേ? p യും q ഇന്റിജേഴ്സ് ആണ്. പിന്നെന്താണ്? q not equal to 0 ആണ്. പിന്നെന്താണ്? p എന്താണ്? HCF of p, q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 1 ആണ്. ഇതെല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ p യും q ഇന്റിജേഴ്സ് ആണെന്ന് നമുക്കറിയാം. അപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ RHS നോക്കിയേ. RHS എന്താണ് കിട്ടുന്നത്? 5q minus p by q. ഇതിൽ ഈ നമ്പേഴ്സ് എല്ലാം 5 is an integer, q is an integer, p is an integer, here again q is an integer. അപ്പൊ ഇതെല്ലാം ഇന്റിജേഴ്സ് ആണ്. അപ്പോൾ ഒരു ഇന്റിജർ ഡിവൈഡഡ് ബൈ ഇന്റിജർ എന്നാണ് വന്നേക്കുന്നത് അല്ലേ? ഇന്റിജർ ഡിവൈഡ് ബൈ ഇന്റിജർ എപ്പോഴും എന്ത് തന്നെ ആയിരിക്കും? റാഷണൽ ആണ് നമുക്ക് കിട്ടുക. ഇന്റിജർ ഡിവൈഡ് ബൈ ഇന്റിജർ എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് കിട്ടുന്ന ആൻസർ ഒരു റാഷണൽ നമ്പർ ആയിരിക്കും. കാരണം എന്താണ്? ആൾ ഇന്റിജേഴ്സ്, എല്ലാ ഇന്റിജേഴ്സും എന്താണ്? ആൾ ഇന്റിജേഴ്സ് ആർ റാഷണൽ. എല്ലാ ഇന്റിജേഴ്സും റാഷണൽ ആണെന്ന് നമ്മൾ എന്താണ് 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ എന്താണ്? നമ്മുടെ RHS നമുക്ക് കിട്ടിയത് എന്താണെന്നാണ്? RHS-ലുള്ളത് ഒരു റാഷണൽ നമ്പർ ആണ്. 5q minus p by q എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? ഒരു റാഷണൽ നമ്പർ ആയിരിക്കും. പക്ഷേ നമുക്ക് LHS-ൽ കിട്ടി. LHS-ൽ എന്താണ് കൊടുത്തേക്കുന്നത്? √3. നമ്മൾ √3 ഇറാഷണൽ ആണെന്ന് ആൾറെഡി പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഇവിടെ നമുക്ക് എന്താണ് കിട്ടിയേക്കുന്നത്? റാഷണൽ ഈസ് ഈക്വൽ ടു ഇറാഷണൽ എന്നാണ്. റാഷണൽ ഈക്വൽ ടു ഇറാഷണൽ എന്നാണ് വന്നേക്കുന്നത് അല്ലേ? അപ്പൊ ഇതെന്താണ്? ഒരിക്കലും അങ്ങനെ ആവില്ല. റാഷണൽ വിൽ നോട്ട് ബി ഈക്വൽ ടു ഇറാഷണൽ. അതുകൊണ്ട് തന്നെ എന്ത് പറയാം? നമ്മുടെ അസംഷൻ തെറ്റാണെന്ന് പറയാം. As rational cannot be equal to irrational, so this contradiction has arisen due to our wrong assumption that 5 minus √3 is rational. That is, 5 minus √3 is an irrational number. ഇതാണ് നമ്മൾ ലാസ്റ്റ് എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ എന്താണ് നമ്മൾ പറഞ്ഞത്? 5 minus √3 ഇറാഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്തു? 5 minus √3 റാഷണൽ ആണെന്ന് എടുത്തു. റാഷണൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് p by q ഫോമിൽ എഴുതാം. ഈ p യുടെയും q ന്റെയും പ്രത്യേകത എന്താണ്? p by q എന്ന് പറയുന്നത് എന്ത് ഫോമാണ്? സിംപ്ലസ്റ്റ് ഫോം ആണ്. p യും q ഇന്റിജേഴ്സ് ആണ്. q ഒരിക്കലും 0 ആവാൻ പാടില്ല. അതുപോലെ p by q എന്ന് പറയുന്നത് നമ്മുടെ സിംപ്ലസ്റ്റ് ഫോം ആയതുകൊണ്ട് തന്നെ HCF of p, q എന്ന് പറഞ്ഞാൽ 1 ആണ്. അതായത് p യും q യും കോപ്രൈംസ് ആണ്. ഇനി അത് നമുക്ക് എന്ത് കിട്ടി? നമ്മൾ ഇക്വേഷൻ സോൾവ് ചെയ്തപ്പോൾ 5q minus p by q equal to √3 എന്ന് കിട്ടി. ഇവിടെ നമുക്ക് കിട്ടിയതിൽ RHS-ൽ വന്നേക്കുന്നത് എല്ലാം ഇന്റിജേഴ്സ് ആണ്. ഇന്റിജർ ഡിവൈഡ് ബൈ ഇന്റിജർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എപ്പോഴും റാഷണൽ ആണ്. പക്ഷെ നമുക്ക് ഇവിടെ വന്നേക്കുന്നത് എന്താണ്? √3 ആണ്. നമുക്കിത് ചെയ്യുമ്പോൾ √3 കിട്ടുമെന്നാണ് നമ്മൾ ചെയ്തു വന്നപ്പോൾ കിട്ടിയത്. അപ്പൊ അത് തെറ്റാണ്. √3 എന്താണ്? ഒരു ഇറാഷണൽ നമ്പർ ആണ്. അപ്പോൾ 5q minus p by q ചെയ്താൽ ഒരിക്കലും എന്ത് കിട്ടില്ല? √3 കിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്ത് പറയാം? നമ്മുടെ അസംഷൻ തെറ്റായിരുന്നു. 5 minus √3 റാഷണൽ ആണെന്നുള്ള നമ്മുടെ തെറ്റായ അസംഷൻ കാരണമാണ് നമുക്കൊരു തെറ്റായ ആൻസർ കിട്ടിയത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? 5 minus √3 is not a rational number. It is an irrational number. നെക്സ്റ്റ് നമുക്ക് 3√2 is irrational എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ലെറ്റ് 3√2 equal to p by q, where q not equal to 0. p and q എന്താണ്? ഇന്റിജേഴ്സ് ആണ്. പിന്നെന്താണ്? HCF equal to p, q എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. കാര്യം എന്താണ്? p by q നമ്മുടെ സിംപ്ലസ്റ്റ് ഫോം ആണ്. അതുപോലെ തന്നെ p യും q യും കോപ്രൈം നമ്പേഴ്സ് ആണ്. അതുകൊണ്ട് HCF 1 ആണ്. ഇവിടെ നമുക്ക് എന്ത് എഴുതാം? √2 equal to p by 3q. നമുക്ക് ഇവിടെ എന്ത് കിട്ടി? 3 നമ്മൾ ഈക്വൽ ടു അപ്പുറം കൊണ്ടുവന്നുമ്പോൾ √2 equal to p by 3q എന്ന് കിട്ടി. നേരത്തെ പ്രോബ്ലത്തിലെ പോലെ തന്നെ ഇവിടെ നോക്കിയേ, √2 എന്താണ്? ഒരു ഇറാഷണൽ നമ്പർ ആണ്. √2 എന്താണ്? ഒരു ഇറാഷണൽ നമ്പർ ആണ്. നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്.
പിന്നെ എന്താണ് ഇവിടെ വന്നേക്കുന്ന p/3q. p/3qൽ p ഒരു ഇന്റിജർ ആണ്, q ഒരു ഇന്റിജർ ആണ്, 3 is also an integer. അപ്പോൾ ഈ ഇന്റിജർ ഡിവൈഡഡ് ബൈ ഇന്റിജർ ചെയ്താൽ നമുക്ക് എന്തേ കിട്ടുന്നത് ഒരു റാഷണൽ നമ്പർ ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ എന്താണ് ഇവിടെ എന്താണ് വന്നത്? വീണ്ടും ഇറാഷണൽ ഈസ് ഈക്വൽ ടു റാഷണൽ എന്ന് വന്നു. അപ്പോൾ എന്താണ് അത് തെറ്റാണ്. ഇറാഷണൽ ഈസ് നോട്ട് ഈക്വൽ ടു റാഷണൽ. അപ്പോൾ വീണ്ടും നമുക്ക് എന്ത് പറയാം? നമ്മുടെ അസംഷൻ തെറ്റായിരുന്നു. അതുകൊണ്ട് തന്നെ 3√2 ഈസ് എ ഇറാഷണൽ നമ്പർ. നമ്മുടെ അസംഷൻ എന്തായിരുന്നു? 3√2 ഒരു റാഷണൽ നമ്പർ ആണെന്നാണ് നമ്മൾ അസ്യൂം ചെയ്തത്. അതുകൊണ്ട് തന്നെ എന്തെന്ന് പറയാം? നമ്മുടെ അസംഷൻ തെറ്റാണ്. 3√2 ഒരു ഇറാഷണൽ നമ്പർ ആണ്. ഇവിടെ നമുക്ക് ലാസ്റ്റ് എന്ത് എഴുതാം? ഇൻ LHS we have √2 which is irrational. In RHS we have p/3q which is rational. Irrational cannot be equal to rational. So this contradiction has arisen due to our wrong assumption that 3√2 is rational. That is 3√2 is irrational. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ സെഷനിലുള്ളത്. ബാക്കി അടുത്ത സെഷനിൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, താങ്ക് യു.